ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലായിടത്തും നല്ല മഴയൊക്കെയാണല്ലേ. അപ്പോൾ ഇവിടെ കുറച്ച് മഴയൊക്കെ ഒതുങ്ങിയപ്പോൾ ഞാൻ മുറ്റൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫ്രണ്ടിലുള്ള കുറച്ച് മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അതാണ് കുറച്ചും കൂടെ വൃത്തിയായിട്ട് കാണുന്നത് റോഡൊക്കെ. ആക്ച്വലി ഞാൻ കുറച്ച് ദിവസങ്ങളായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്, കാരണം വേറെ ഒന്നുമില്ല, എക്സാംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ റീസ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ ഇന്ന് മുതൽ. അപ്പം ഞാനിന്ന് ആദ്യം തന്നെ എടുത്തത് പരിസ്ഥിതിയും പരിസ്ഥിതി ശാസ്ത്രവും എന്നുള്ള ആ ഒരു ഭാഗം ഞാൻ അധികം നോക്കാറേയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ആ ഒരു സൈഡ് പഠിക്കാമെന്ന് ഓർത്തു. മഴ തുടങ്ങിയത് പിന്നെ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ, പഠിക്കാനും വീഡിയോ ചെയ്യാനും ഒക്കെ ഭയങ്കര മടിയായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു? OAയുടെ സെക്രട്ടേറിയറ്റ് OAയുടെ എക്സാമും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ ഫസ്റ്റ് സ്റ്റേജിൻ്റെ എക്സാമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എക്സാം ബുദ്ധിമുട്ടുള്ളവർ ഇനി അതോർത്ത് വിഷമിച്ചിരിക്കാതെ നെക്സ്റ്റ് എക്സാംസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക, അതായിരിക്കും നല്ലത്. കാരണം കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായാലും മാറ്റാൻ പറ്റില്ല. കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് മനസ്സ് വിഷമിച്ച് ഈ സമയം കൂടെ പോവുക എന്നല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. ഈ വർഷം ഒരുപാട് നല്ല നല്ല നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. VFA, അതുപോലെ തന്നെ ബെവ്കോ LD, പിന്നെ കമ്പനി ബോർഡ് LGS, പിന്നെ നെക്സ്റ്റ് ഇയറിലേക്കുള്ള ഫോഴ്സിനുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം ഡിസംബർ ആ ഒരു സമയത്ത് വരും. അപ്പോൾ ഇനി എക്സാമൊന്നും ഇല്ല അങ്ങനെ പറഞ്ഞിരിക്കുന്നവർക്ക് ഒരുപാട് നല്ല നല്ല എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉറപ്പായിട്ടും വരും. നമ്മൾ വിചാരിക്കും ഒരു 2026 ഇനി എക്സാം, അതിന് ഇനി ഒരു വർഷമൊക്കെ കഴിയണ്ടേ. ഇതിപ്പോൾ 2025 പകുതിയായി. ഓക്കെ, അങ്ങനെ വെച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ ഇനി അധികം സമയമില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. അതുപോലെ തന്നെ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് ഈ ജൂണിലുണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, പിന്നെ ഫോഴ്സിൻ്റെ എക്സാമൊക്കെ ജൂലൈയിലൊക്കെ ആയിട്ടുണ്ടല്ലോ. ഒരുപാട് അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളിൽ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. ഇതെൻ്റെ ചേച്ചിയുടെ മോനാണ്. അവൻ എൻ്റെ കൂടെ ഇരുന്നാൽ തന്നെ ഒരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ഒരാളൊന്നും അല്ല, എന്നാലും വല്ലപ്പോഴൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തിങ്ങനെ ആരും പാടില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് പഠിക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പോൾ ചേച്ചിയുടെ മോൻ വന്നതിന് ശേഷം ഇതാണ് ഇപ്പം എൻ്റെ അവസ്ഥ. അവൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, മേമേ കേൾക്കുമോ, അത് കേൾക്കും ഇത് കേൾക്കും എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ സമയം കണ്ടുപിടിച്ചിട്ട് വേണം എനിക്ക് പഠിക്കാനായിട്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അവൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ഇല്ല കേട്ടോ. അച്ഛന് ഗൾഫിലാണ് ജോലി, അതുപോലെ തന്നെ അമ്മയ്ക്ക് പറമ്പിക്കുളത്തിലാണ് BFO ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൻ ഇവിടെ എൻ്റെ കൂടെ അമ്മമ്മയുടെ കൂടെ ഇങ്ങനെ ഇരുന്നോളും. ചില സമയത്ത് അവൻ വികൃതിയൊന്നും ഇല്ലാതെ മിണ്ടാതെ അവിടെ ഇരുന്ന് കളിച്ചോളും കേട്ടോ. പക്ഷേ ചില സമയത്ത് അവനെ ആരും ശ്രദ്ധിക്കുന്നില്ല, അവനോട് സംസാരിക്കുന്നില്ല എന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കും അവൻ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കുറച്ച് സമയത്തേക്ക് എന്നോട് മിണ്ടാതെ നടക്കും കേട്ടോ. പിന്നെ അവൻ്റെ അമ്മയും അച്ഛനും ഇവിടെ ഇല്ലാതെ തന്നെ അവൻ കരയാതൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും ഒക്കെ ചെയ്ത് അങ്ങനെ കരയാതെ ഇരുന്നോട്ടെ എന്ന് വെച്ച് അങ്ങനെ കൂടുതലൊന്നും വഴക്കൊന്നും പറയാൻ പോകാറില്ല കേട്ടോ. ഞാൻ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ പഠിക്കാനിരിക്കാറുള്ളത്. അതായത് 1 വീക്കിനുള്ള ടൈം ടേബിൾ അല്ല, ഒരു ദിവസം. അതായത് ഇപ്പോൾ ഇന്ന് രാവിലെ എണീറ്റു പഠിക്കാനിരിക്കുന്നതിന് മുന്നേ തന്നെ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്യും. ഇപ്പോൾ മാത്സ് 1 അവർ അല്ലെങ്കിൽ ഒരു 2 അവർ. എനിക്ക് മാത്സ് കുറച്ച് ടഫാണ്, അപ്പോൾ ഞാൻ ഒരു 2 അവറൊക്കെ പഠിക്കാറുണ്ട്. ചിലപ്പോൾ അത്രയും പഠിക്കാറില്ല, ചിലപ്പോൾ ഒന്നും പഠിക്കാറില്ല. അതുപോലെ തന്നെ ഇംഗ്ലീഷ് എനിക്ക് ടഫാണ്, പക്ഷേ എന്നാലും ഇംഗ്ലീഷ് ഒരുപാട് സമയം പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് ബോറടിക്കും. അപ്പം ഞാനൊരു 45 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1 മണിക്കൂർ ആ ഒരു സമയം വരെ പഠിക്കൂ. പിന്നെ മാത്സ് ഒരു 30 മിനിറ്റ്സ്, മാത്സ് അല്ല മലയാളം 30 മിനിറ്റ്സ്, അത്ര ആ ഒരു സമയത്തൊക്കെ പഠിക്കുള്ളൂ കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ മാത്സൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും ഒരു 4 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഒരുമിച്ച് ചെയ്യുന്നതിന് പകരം നമ്മൾ ഡെയിലി ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1 മണിക്കൂർ പക്ഷെ ഡെയിലി ചെയ്യണം. ഡെയിലി ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. പിന്നെ എക്സാമിന് ഇനി അധികം സമയമില്ല, ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 5 ഡേയ്സൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് പകരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം പുതിയൊരു ടോപ്പിക്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കുറച്ച് വലിയ ടോപ്പിക്കാണെന്നുണ്ടെങ്കിൽ വായിച്ചെടുക്കാൻ തന്നെ ഒരു 3-4 ദിവസം എന്തായാലും വേണ്ടി വരും. പിന്നെ വായിച്ചാൽ മാത്രം നമുക്ക് ഓർമ്മ നിൽക്കില്ലല്ലോ, റിവിഷൻ ചെയ്താൽ മാത്രമേ അത് മൈൻഡിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ പഠിച്ചത് ഒന്നില്ലെങ്കിൽ നമ്മൾ പഠിച്ച ഏതെങ്കിലും ടോപ്പിക്ക് വീണ്ടും പഠിക്കുക, അല്ലെങ്കിൽ PYQ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക.
പിന്നെ ഞാൻ ഉച്ചക്കലത്തേക്കുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് വന്നു. കറിയല്ല, ഒരു ഉപ്പേരി പോലെ ഒരു തേങ്ങയൊക്കെ ഇട്ടിട്ട് കടല വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കുന്നതുകൊണ്ട് വലിയ കുറ്റമൊന്നും കേൾക്കേണ്ടി വരില്ലല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ വലിയ പണിയില്ല. കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് ഉള്ളിയൊക്കെ ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായി പിന്നെയും വഴറ്റുക. ശേഷം നമ്മളുടെ പൊടികളൊക്കെ ആഡ് ചെയ്യുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാലയൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റുക. ശേഷം കടല കൂടെ ആഡ് ചെയ്ത് കുറേ സമയം അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആവുന്ന വരെ വഴറ്റിക്കൊണ്ടേയിരിക്കുക. ശേഷം നമ്മളുടെ തേങ്ങ കൂടെ ഇട്ട് കുറേ സമയം വഴറ്റിയ നമ്മളുടെ അടിപൊളി കടലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഈ വീഡിയോ എടുത്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ശ്രദ്ധിക്കാതെ ഇട്ടു. കുറച്ച് ഉപ്പ് കൂടിയിട്ടോ. എന്നാലും ഈ നാളികേരം കൂടെ ഇട്ടപ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, കഴിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ തന്നെയാണല്ലോ കഴിക്കുന്നത്, അതുകൊണ്ട് നമുക്കിതൊരു പ്രശ്നമല്ല. ഇപ്പം ഞാൻ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മളുടെ മാർക്ക് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത് ഒരു നല്ല ഒരു കാര്യമാണ്. ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത് അത്രയും നമ്മളുടെ ഒരു പഠിത്തത്തിനെ ഇമ്പ്രൂവ് ചെയ്യും, ഉറപ്പാണ്. ചില ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് നല്ല മാർക്ക് ഉണ്ടാവും. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ ഈസി ആണെന്നുണ്ടെങ്കിൽ അത്രയും മാർക്ക് ഹൈ ആയിട്ട് വരും. നല്ല ടഫുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ കുറച്ച് മാർക്ക് കുറഞ്ഞാലും അത് ആലോചിച്ച് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ടഫായിട്ട് പോലും അത്ര മാർക്ക് കിട്ടിയല്ലോ, അങ്ങനെയാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. കാരണം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്യുന്ന സമയത്ത് പകുതിയിലധികം സ്റ്റേറ്റ്മെൻറ്റ് തന്നെയായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ കറക്റ്റായി പ്രാക്ടീസ് ചെയ്ത് ആൻസർ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് എക്സാമിന് പോകുന്ന സമയത്ത് ഒരു ടെൻഷനും പേടിയൊക്കെ നന്നായിട്ട് കുറഞ്ഞു കിട്ടും. ഇപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ വൺ വേർഡ് ക്വസ്റ്റ്യനൊക്കെ പ്രാക്ടീസ് ചെയ്ത് പോയി എക്സാം ഹാളിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴേക്കും അതിൽ മൊത്തം സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അറിയുന്നത് പോലും തെറ്റിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റും ടഫായിട്ടുള്ള ക്വസ്റ്റ്യനൊക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് പോകുമ്പോഴത്തേനും അവിടെ വലിയ ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാലും ഇതിൽ നമുക്ക് അറിയുന്നത് മാത്രം ചെയ്യാം എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി നമുക്ക് വരും. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തതിന് ശേഷം അത് മാക്സിമം പഠിച്ച് തീർക്കാനായിട്ട് ട്രൈ ചെയ്യും. ചില സമയത്ത് അത് ടൈം ടേബിളിൽ നമ്മൾ ടോപ്പിക്ക് മൊത്തം കവർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും മാക്സിമം കവർ ചെയ്തതിന് ശേഷം രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ നമുക്കൊന്ന് ഉറക്കമൊക്കെ വരുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചെയ്ത് നോക്കും. അപ്പോൾ രാവിലെ പഠിച്ചത് മുതൽ നമുക്ക് അതൊരു ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ രാത്രിയാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാറുള്ളത് കേട്ടോ. കാരണം രാവിലെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാർക്ക് കുറവായിരിക്കും. അപ്പോൾ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. അയ്യോ ഇത്രയും പഠിച്ചിട്ട് മാർക്ക് കയറുന്നില്ലല്ലോ എന്ന് ടെൻഷനായിരിക്കും. അപ്പോൾ അതിനേക്കാട്ടിലും നമ്മൾ ടോപ്പിക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മാർക്ക് കുറഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസമല്ലേ പിന്നെ നമ്മൾ ടൈം ടേബിളൊക്കെ റെഡി ആക്കുകയുള്ളൂ. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. പിന്നെ കറണ്ട് അഫെയർസ് ഞാൻ 2025 ജനുവരി ടു ഏപ്രിൽ വരെയുള്ള കറണ്ട് അഫെയർസ് ഞാൻ പ്രിൻ്റ് എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുന്നതേ ഉള്ളൂ. ഞാൻ കറണ്ട് അഫെയർസ് കൂടുതൽ എഴുതി പഠിക്കാറില്ല. കാരണം ഞാൻ എഴുതി പഠിച്ചിട്ടുണ്ടെങ്കിൽ എഴുത്ത് മാത്രമേ നടക്കുള്ളൂ, പഠനമൊന്നും നടക്കില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലും പ്രിൻ്റ് എടുത്തിട്ടാണ് കേട്ടോ പഠിക്കാറുള്ളത്. ഡെയിലി കറണ്ട് അഫെയർസ് എഴുതി പഠിക്കാൻ പറ്റുന്നവർ അങ്ങനെ പഠിക്കുക, അത് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ, സീ യു.